ഹായ്, അപ്പോൾ ഇന്ന് നമ്മൾ ഹിന്ദിയിൽ എൻ്റെ എന്നെങ്ങനെയാണ് പറയുക എന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് 3 രീതിയിലാണ് വരുന്നത്: മേര, മേരി, മേരെ. ഇനി ഏത് സാഹചര്യത്തിലാണ് ഇത്തരം വ്യത്യാസങ്ങൾ വരുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. മേര ദോസ്ത് എന്ന് പറയുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ. അപ്പോൾ കൂട്ടുകാരൻ എന്ന് പറയുന്നത് ഒരു ബോയ് ആവുന്ന പക്ഷമാണ് നമ്മൾ മേര എന്ന് ഉപയോഗിക്കുന്നത്. അതേസമയം ഈ ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു കൂട്ടുകാരിയാണ്, ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ മേരി ദോസ്ത് എന്നാണ് നമ്മൾ പറയുക. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആളുകളുണ്ട്, ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാർ എന്ന് പറയുമ്പോൾ മേരെ ദോസ്ത് എന്നാണ് പറയുക. അപ്പോൾ ഈ ദോസ്ത് എന്ന് പറയുന്ന ആ ഒരു വാക്കാണ് ഇവിടെ ആ സെന്റൻസ് മുഴുവനായിട്ട് എങ്ങനെ വേണമെന്ന് നിർണ്ണയിക്കുന്നത്. അപ്പോൾ ആ ദോസ്തിന്റെ ജെൻഡർ എന്താണെന്നുള്ളതനുസരിച്ചിട്ടാണ് മേര ആണോ, മേരി ആണോ, മേരയാണോ ഉപയോഗിക്കേണ്ടത് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഒരു മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ വ്യക്തിയുടെ ജെൻഡർ അനുസരിച്ചിട്ട് ഈ സെന്റൻസ് പറയാനായിട്ട് പറ്റും. പക്ഷെ ചില സാഹചര്യങ്ങളിൽ ചില വാക്കുകൾ പുല്ലിംഗവും സ്ത്രീലിംഗവും അതുപോലെ തന്നെ അതിൽ തന്നെ ഒരാളാണോ ഒന്നിൽ കൂടുതൽ ആളുകളാണോ എന്നുള്ളതനുസരിച്ചിട്ട് മാറ്റം വരും. അപ്പോൾ തൽക്കാലം നമുക്ക് മേര, മേരി, മേരെ എന്നുള്ള ബേസിക് ആയിട്ടുള്ള പ്രയോഗം പഠിക്കാം. പോകെ ഏതൊക്കെ സാഹചര്യത്തിലാണ് മാറ്റങ്ങൾ വരുന്നത് എന്നുള്ളത് പറയാട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ആക്ടിവിറ്റി ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സഹോദരൻ അതുപോലെ തന്നെ എൻ്റെ സഹോദരി എന്ന് എങ്ങനെയാണ് ഹിന്ദിയിൽ പറയുക എന്നുള്ളതാണ്. അപ്പോൾ സഹോദരൻ എന്ന് പറയുമ്പോൾ ഭായി, സഹോദരി എന്ന് പറയുമ്പോൾ ബഹൻ. ഈ 2 വാക്ക് വെച്ചിട്ട് എങ്ങനെയാണ് മേര ആണോ, മേരി ആണോ, മേരയാണോ ആ സഹോദരൻ അതുപോലെ തന്നെ സഹോദരി എന്നുള്ള വാക്കിന്റെ മുൻപിൽ വരിക എന്ന് കോമെന്റ്സിലൊന്ന് എഴുതുക കേട്ടോ.